ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് നിന്നിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് ഇപ്പോൾ എരുമേലി, എരുമേലിയല്ല, നെടുങ്കുന്നം എന്ന് പറഞ്ഞാൽ, അതായത് പാതപ്പുറം നെടുങ്കുന്നം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം നെടുങ്കുന്നത്തു നിന്ന് നമ്മളിപ്പോൾ എരുമേലിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്താ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നെടുങ്കുന്നം എന്നവിടുന്ന് സർവീസിനുള്ള സാധനം എടുത്ത് പിക്കപ്പിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ പിക്കപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് ഞാനിപ്പോൾ പുറകെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്കപ്പാണ് നമ്മുടെ ഫ്രണ്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഫോളോ ചെയ്ത് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തൊടുപുഴയിൽ ഏകദേശം ഈ നെടുങ്കുന്നം വരെ 70-75 കിലോമീറ്റർ പറ്റിയുണ്ട്. ഇവിടുന്ന് 35 കിലോമീറ്റർ എരുമേലിക്കുണ്ട്. അവിടുന്ന് എരുമേലിയിൽ നിന്ന് നമ്മുടെ തൊടുപുഴയ്ക്ക് 70 കിലോമീറ്റർ പറ്റിയാലേ ഉള്ളൂ. ഇതിപ്പോൾ ഇത്ര ഓട്ടോടേണ്ട കാര്യമില്ല. ഇതറിഞ്ഞത് നേരെ നമുക്ക് എരുമേലിക്ക് പോയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് നെടുങ്കുന്നത്തിനായാലും എരുമേലിക്കായാലും നമുക്ക് 75 കിലോമീറ്റർ പറ്റിയാണ്, സെയിം കിലോമീറ്ററാണ്. ഇതിപ്പോൾ ഇവിടെ വന്നു, ഇവിടുന്ന് ഇപ്പോൾ പിന്നെയും തിരിച്ച് അങ്ങോട്ടോടി, പിന്നെ അവിടുന്ന് അങ്ങോട്ടോടി. നല്ല ഓട്ടമാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ഈ വണ്ടി പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എരുമേലി ആയതുകൊണ്ട് നല്ല കിടക്ക സ്പോട്ടുകൾ വല്ലതും കാണുവാണെങ്കിൽ കിട്ടട്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. നമ്മളെന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിക്കപ്പിനെ ഫോളോ ചെയ്ത് മറ്റേ ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിക്കപ്പുമായിട്ട്. ഫ്രണ്ടാണ് നമ്മൾ പിക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിക്കപ്പിലൊക്കെ അവിടുത്തെ ഗ്രാനൈറ്റ്സിൻ്റെ പിക്കപ്പാണ്. അതിനകത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഒരു എഞ്ചിനീയർ അതിനകത്തുണ്ട്. ഞാൻ ഈ ഒറ്റയ്ക്ക് ഇപ്പോഴത്തെ വണ്ടിയിൽ വന്നിട്ടിരിക്കുകയാണ്. എന്തായാലും എരുമേലിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കിടക്കൻ റൂട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും കാണുവാണെങ്കിൽ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച് മാത്രമേ ഞാൻ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല റൂട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം. ഈ റൂട്ട് കൊള്ളാം കേട്ടോ. എന്നാണ് ഒരു ഹൈ റേഞ്ച് റൂട്ടാണ്, ചെറിയ രീതിയിലൊരു ഹൈ റേഞ്ച്. പിന്നെ ഇവിടെ 35 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും കാണില്ല. എന്നാലും ഒരു ബ്ലോക്ക് പോലെ ചെറുതായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. ഞാനപ്പോൾ പിക്കപ്പിൻ്റെ പുറകെ ചേസ് ചെയ്ത് നടക്കുന്നത്. ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരനെ കേട്ടിട്ട് വേഗത്തിൽ കേട്ട് പോവുകയാണ്, വിട്ടടിച്ച് കയറുക. നമ്മുടെ വണ്ടി കയറി വരുമ്പോഴത്തേക്ക് ആൾ അടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ പുറകെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതി ആൾ വെച്ച് പിടിച്ചങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ലൊരു ചെറിയൊരു ക്യൂബിലൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം എന്തായാലും. പിന്നെ ഈ സമയം അതുകൊണ്ട് ഇപ്പോൾ ഒരു 12 മണി 1 മണി ആകാറായി വരുന്നുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മറ്റേ ഗ്ലൗസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇച്ചിരി വെയിലടിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ വെയിൽ കിട്ടിയിരുന്നു. ഈ വെയിൽ കുറഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളാം. പിന്നെ ഈ എരുമേലിക്ക് പോണ റൂട്ട് നല്ല കിടക്കൻ റൂട്ടാട്ടോ. ഞാൻ ഇപ്പോഴാണ് കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയി. ഞാൻ വണ്ടി ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഇടയ്ക്ക് വീഡിയോ ഓണാക്കാനും മറന്നുപോയി. അതായത് നമ്മുടെ മുമ്പിൽ നിന്ന് വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് അറിയത്തില്ല. നമ്മളെ പിക്കപ്പിനെ ഫോളോ ചെയ്ത് നടക്കുന്ന കാരണം റൂട്ട് വിടത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ നമ്മുടെ എരുമേലി ടൗണിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ് ഈ സൈറ്റ് വരുന്നത്. നമ്മുടെ മറ്റേ ഈ പേട്ടയൊക്കെ തൊടുന്ന വാതിരപ്പള്ളിയൊക്കെ ഇതിൻ്റെ അടുത്തം കണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കേട്ടത്. ഞാൻ വെറുതെ ഇങ്ങനെ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ അതിൻ്റെ അടുത്തം കണ്ടാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ എരുമേലിക്ക് മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ. അപ്പോൾ ആ റൂട്ട് വഴിയാണ് പോകാൻ പറ്റുവാണെങ്കിൽ അതും കൂടെ പറ്റുവാണെങ്കിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇച്ചിരിയുടെ കട്ട് റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ വെയിലിൻ്റെ കുഴപ്പമില്ല, നല്ല ഇച്ചിരി ചെറിയ കാറ്റൊക്കെ ഇട്ട് ചെറിയ തണുപ്പുണ്ട്. സമയം പോലെ റൂട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അത് കണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്.
മണിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ മണിമല ആറ്. അതൊന്നറിയത്തില്ല. ഇവിടുന്ന് എന്തോ റൈറ്റാ ലെഫ്റ്റോ ലെഫ്റ്റിൽ പോകുന്നുണ്ടാണ്, ലെഫ്റ്റാണ് പോകുന്നത്. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് പോവാണ്. മണിമല എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് മണിമല ആറാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരുവല്ല പോകുമ്പോഴൊക്കെ അവിടെ കണ്ടിട്ടുണ്ട് മണിമല ആറ്. ആ ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് തിരുവല്ലയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരു എണ്ണച്ച് കയറിയിട്ടുണ്ട്. ഓളത് വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കും. പുറകെ വിളിക്കാൻ പോലും പറ്റണില്ല. നമ്മൾ ഡിസ്കവറാണത്, പിക്കപ്പാണ്. വീട്ടിൽ പോയിട്ട ഒരാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുറകെ വെച്ച് പിടിക്കാൻ നോക്കുന്നുണ്ട്. അധികം ഓവർ സ്പീഡ് നോക്കുന്നില്ല. നമ്മൾ പുറകെ വെച്ച് പിടിച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു നല്ല റൂട്ട് എത്താം. എന്നിട്ട് ഞാൻ പിന്നെ വരാം. കാറ്റും അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന റോഡ്. കാടാണ്, അപ്പുറം നല്ല കാടുണ്ട്. പിന്നെ ഈ റോഡ് ഇങ്ങനെ ഒരു ചെറിയ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ റോഡ്. ഞാൻ അതുകൊണ്ട് ചെറിയ നൈസായിട്ടൊരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിക്കപ്പ് ഫ്രണ്ട് പോകുന്നുണ്ട്, അതിനെയും പിടിക്കുന്നുണ്ട്. പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റോഡാണ്. തിരിച്ചു വരുമ്പോൾ കിട്ടുവാണെങ്കിൽ വീഡിയോ നല്ല രീതിക്ക് പറഞ്ഞ് എടുക്കണം, ഷോർട്സിനൊക്കെ വേണ്ടി. അതിന് വേണ്ടി ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു ചെറിയ തണുത്ത കാറ്റുണ്ട്. പിന്നെ ഇത് നമ്മളെ മുണ്ടക്കയം കുമ്മളി അങ്ങനെ പോകുന്ന റൂട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വരുന്ന KSRTC ബസ്സായാലും പ്രൈവറ്റ് ബസ്സായാലും മുണ്ടക്കയം കുമ്മളി അങ്ങനത്തെ നെടുങ്കുന്നം നെടുങ്കണ്ടം അങ്ങനത്തെയൊക്കെ ബോർഡ് വെച്ച വണ്ടികളൊക്കെ ഇതിൽ കൂടെ പോകണം. എനിക്ക് കുമ്മളി റൂട്ടായിരിക്കും ഇത്. ഈ കുമ്മളി എരുമേലി റൂട്ടായിരിക്കും. എന്തായാലും പുളി റൂട്ടെന്ന് പറഞ്ഞാൽ പുളി റൂട്ട്. ഇനി ഇവിടുന്ന് എരുമേലി കുറച്ചുകൂടെ ഉള്ളൂ. ഞാൻ മാപ്പ് വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോഴത്തേക്കും അടുത്താണ്, ഇച്ചിരി കൂടെ വേണ്ടേ ഉള്ളു. അപ്പോൾ സൈറ്റ് കൂടെ അടുത്തായിരിക്കാനാണ് സാധ്യത. നമ്മളെന്തായാലും നമ്മുടെ പിക്കപ്പിനെ ഫോളോ ചെയ്യുക. ഒന്നാമത് റൂട്ട് അറിയത്തില്ല, അത് കാരണം ഈ സാധനത്തിന് പിടിച്ച് വേണം പോകാനായിട്ട്. പുള്ളിയാണ് വെടി പൊകിയിട്ട പോലെ പോകുന്നത് ഫ്രണ്ട്. അപ്പോൾ എന്തായാലും ഈ റൂട്ട് കൊള്ളാം കേട്ടോ. എനിക്ക് ഇത്ര നേരം വിളിച്ച് നല്ല രസമായിട്ട് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വൈബ്. അപ്പോൾ ഇതെന്തായാലും കിട്ടിയൊന്നായി. ഞാൻ അല്ലെങ്കിൽ വെറുതെ ക്യാമറ ഓണാക്കി വെച്ച പോലെ ആകുമെന്ന് വിചാരിച്ചു. എന്തായാലും ഒരു രക്ഷയില്ല ഈ റൂട്ട്. നൈസായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ട് നൈസായിട്ട് പോകാൻ പറ്റിയ റൂട്ട്. പിന്നെ വണ്ടിയൊക്കെ വരുന്ന റൂട്ടാണ്.
വെറുതെ നല്ല അളവ് തിരിവുണ്ട്. കാരണം മറ്റേ കണ്ണാഫിത്തരം കാണിക്കാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലച്ചന്നിൽ വീഴുന്ന റൂട്ടാണ് അത് കാരണം നൈസിനൊരു മുടക്കിട്ട് നമുക്ക് പോകാൻ പറ്റിയ റൂട്ട് നമ്മളെന്തായാലും എത്തിയെന്നാണ് തോന്നുന്നത്. പുള്ളി ഇൻഡിക്കേറ്ററാണ് വിട്ടത്, ഇട്ടിട്ടില്ല, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ ഏകദേശം എരുമേലി അടുക്കാറായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ എങ്ങാണ്ട് ഇവിടുന്ന് കാണിക്കുന്നുള്ളൂ. പുള്ളി എന്തായാലും വിട്ടു പോകുന്നുണ്ട്, നമ്മളും പുറകെ പോകുന്നുണ്ട്. നമ്മളപ്പോൾ എത്താറായും തോന്നുന്നു. പുള്ളി ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഇത് കണ്ടിട്ടൊരു കോറി റോഡ് പോലെയൊക്കെ തോന്നുന്നു. കാര്യം കൊച്ചു വഴി, വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും വന്നതായിട്ട് തോന്നാത്ത റോഡ്. അപ്പോൾ എന്തായാലും കോറി എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ട ഇത് കണ്ടോ, ഒരു ചെറിയ റോഡ് പോലെയാണ്. കോറി റോഡുകളൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പാണ്. പിന്നെ നല്ല കയറ്റം ഇറക്കമുണ്ട്. അതാണ് ഏറ്റവും വലിയ വഴി. പക്ഷെ വണ്ടി ഇപ്പോൾ കുറച്ചായിട്ട് കയറുന്നില്ല അങ്ങോട്ട്. നല്ല രീതിയിൽ എന്തോ പ്രശ്നമുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് എന്തോ കടിച്ചിൽ പോകണമെന്ന് തോന്നുന്നു. കാര്യം വണ്ടി ഇപ്പോൾ കയറ്റം കയറുമ്പോഴൊക്കെ നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ കയറിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇരുന്നിരുന്ന് ലോഡൊക്കെ വെച്ച് പോകുമ്പോൾ അതേ പുറകിൽ ആളുണ്ടെങ്കിൽ ഇച്ചിരി ഒരു എനർജിയിലുണ്ട്. ഞാനൊന്ന് മറ്റേ ഇവിടെ പോയപ്പോൾ പൂഞ്ചിറ പോയപ്പോഴത്തേക്ക് നല്ല കയറ്റമുള്ള റോഡാണ്. കുറേ കഴിഞ്ഞിട്ട് വണ്ടി ഇരുന്ന് ഇങ്ങോട്ട് എഴയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. പുള്ളി എന്താണ് വണ്ടി ചവിട്ടിയത് ഇല്ലില്ല സംഭവമായിരുന്നു. ആ പിന്നെ എത്തിക്കാണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് വണ്ടിക്ക്. ഇപ്പോൾ എന്ത് റോഡാണ് അത് തന്നെ. അപ്പോൾ ഇത് കോറി റോഡ് തന്നെ, ഒരു സംശയമില്ല. കാര്യം നല്ല ഗട്ടറും ഒരുമാതിരി ഹമ്പൊക്കെ വെച്ച് ഒരുമാതിരി റോഡ്. വണ്ടി കയറ്റം കുറവാണ്, ആൾ ചവിട്ടുന്നുണ്ടല്ലോ വണ്ടി. സ്ഥലമപ്പോൾ എത്തിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് കോറി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെ ഉള്ളൊരു കിടുക്കൻ സ്പോട്ട് കേട്ടോ. വേണ്ട അപ്പുറം ഇപ്പുറം നല്ലൊരു കിടുക്കൻ വ്യൂ പോയിട്ടുണ്ട്. വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മളപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ കൈയ്യടിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. വണ്ടി അവിടെ കിടപ്പോട്ട് നമ്മളപ്പോൾ പോവുകയാണ്. അതേ വർക്കിംഗ് ഡ്രസ്സ് ഇട്ടടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കിടുക്കൻ സ്പോട്ടും വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ഡാർക്ക് ഷൈനിങ് ഓഫ് ഗൈസ്. ബൈ.